ഒരു ശതമാനം മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെത്തോടല്ലേ അച്ഛൻ അയലൊക്കെക്കാരാണ്, വലിയ ദൂരമില്ല. അപ്പം അച്ഛൻ്റെ കുറേ ടീമുകൾ ഇവിടെ വന്ന് പോക്കോട്ടെ. ഹാപ്പി അല്ലേ? ഇവിടുത്തെ റേഷൻ കടയാണ് ഗവി സിറ്റി. ആണോ പറഞ്ഞത് കേട്ടോ, പിള്ളേർ പറഞ്ഞത് കേട്ടോ. നീതി സ്റ്റോർ ഇതാണ് ഇവിടുത്തെ ലുലു മാൾ അല്ലേ? ഇവിടുത്തെ അപ്പോൾ രാവിലെ നമ്മൾ നേരെ ഗവിക്ക് പോകാനുള്ള ഒരു 80 രൂപയുടെ പാസ് എടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തല്ലേ? ഇന്ന് ഓപ്പൺ ചെയ്തല്ലേ? അപ്പോൾ ഇവിടെ ആങ്ങൂഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ഏകദേശം ഇവിടെ വന്നിട്ട് ഒരാൾക്കൊന്ന് 80 രൂപ. ആൾക്കൊന്ന് 80 അല്ലേ? ആൾക്കൊന്ന് 80 രൂപ വെച്ച് ഇവിടുന്ന് അങ്ങ് എന്താ എവിടെ സ്ഥലത്തിൻ്റെ പേര്? മറ്റേ വള്ളക്കടവ് പച്ചക്കാരൻ ഇറങ്ങുന്നത് അവിടെ വള്ളക്കടവല്ല, നമ്മുടെ ഈ ഓർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, മറന്നുപോയി. സ്വന്തം നാടാ എന്നാലും മറവി. ഏറെ വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റ് അവിടെയുണ്ട്. അവിടെയും വണ്ടിക്ക് പൈസ കൊടുക്കണം അല്ലേ? വണ്ടിക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ വിശാലമായ വലിയ ഷോറൂമാണ് ഇവിടുത്തെ. കണ്ടില്ല, ഇവിടെ ഒരുപാട് പടങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിൽ പോകേണ്ടവർക്ക് അവിടെ ബാത്റൂമിൽ പോകാം, 5 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ 80 രൂപ ടിക്കറ്റ്. പിന്നെ ഇവിടെ വന്നിരുന്ന ഇപ്പോൾ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവരൊക്കെ ഇവിടുത്തുകാരാണെന്നൊരു പിടിയില്ല. അവർ വലിയ വണ്ടിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അല്ലേ? എന്തെങ്കിലും പറയണ്ടോ? ഇവിടെ കുറേ ചേച്ചി പറഞ്ഞല്ലോ ഫുഡ് കൊടുക്കുന്നത്. മറന്നുപോയി, ഉറങ്ങി കാണും. ഫുഡ് പോകത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെറിയ വിട്ടോട്ടെ. അപ്പോൾ ഞങ്ങൾ ചെറിയ വിടുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഗവിയിൽ നിന്ന് ഇപ്പോൾ ഇന്ന് തൊട്ട് ഓപ്പണിങ് അല്ലേ ചേച്ചി? നമ്പർ വല്ലതും ഉണ്ടോ? ഫോൺ നമ്പർ വിളിക്കേണ്ട നമ്പർ? അത് ഓൺലൈൻ വഴി ബുക്കിങ്, ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗവിക്ക് പോകുന്ന മാപ്പാണിത് കേട്ടോ. ഗവി കക്കി എക്കോ ടൂറിസം റൂട്ട് മാപ്പാണിത്. ലൊക്കേഷൻ ഗവി ടിക്കറ്റ് കൗണ്ടർ ആങ്ങുഴി, കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് 4 കിലോമീറ്റർ, മൂഴിയാർ 14, മൂഴിയാർ 40 ഏക്കർ കോളനി 20, പെൻസ്റ്റോക്ക് പൈപ്പ് ക്രോസിംഗ് 24, കക്കി ഡാം വ്യൂ പോയിന്റ് 36, കക്കി ഡാം കക്കി ഫോറസ്റ്റ് സ്റ്റേഷൻ 38, ആനത്തൂർ ഡാം 42, പെരിയാർ ഈസ്റ്റ് സ്റ്റേഷൻ ചെക്ക് പോസ്റ്റ് 49, KSCB ക്യാൻറ്റീൻ കൊച്ചുവമ്പ 51, KSCB IB കൊച്ചുവമ്പ 53, പെഡൽ ബോട്ടിംഗ് ക്യാൻറ്റീൻ കൊച്ചുവമ്പ 53, KTDCക്ക് 61 കിലോമീറ്റർ, KTDC ഗ്രീൻ മാൻഷൻ ടോയ്ലറ്റ് ഡാം 62 കിലോ, വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് 80, വണ്ടിപ്പെരിയാർ 90 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ വിശാലമായിട്ടുള്ള വലിയൊരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സാറേ വിടുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? കരുനാപ്പള്ളിക്കാരല്ലേ? അപ്പോൾ എല്ലാം നമ്മുടെ അടുത്ത ജില്ലയല്ലേ? കൊല്ലമല്ലേ? കൊല്ലംകാരാണല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ നടക്കുക. ഓക്കെ, ഞങ്ങൾ പോക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളും ചെറിയ വണ്ടിയൊക്കെ വിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് കേട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗവി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആങ്ങുഴി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ. ഇത് ഗ്രൂഡിക്കൽ റേഞ്ചാണ് കേട്ടോ. ഡിവിഷൻ റാന്നി ഡേഞ്ചിലാണ്, ഗ്രൂഡിക്കൽ റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് വേണേൽ ഗവിക്ക് പോകാൻ. ഇതിനകത്ത് കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയില്ല. കുറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ വേണേൽ വായിച്ചു നോക്കാം ആൾക്കാർക്കൊക്കെ കേട്ടോ. അത് നമ്മൾ ആങ്ങുഴി വന്നിരിക്കുകയാണ്. ആങ്ങുഴിയിൽ നിന്ന് ഇനിയിപ്പോൾ ഗവിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ATM കൗണ്ടർ ഉണ്ട് SBIയുടെ. അവിടെ വന്ന് കാശ് എടുത്തിട്ട് മാത്രമേ പോകാവുള്ളൂ. കാശ് എടുത്തിട്ട് പോയില്ലെങ്കിൽ നടക്കത്തില്ല. ചെക്ക് പോസ്റ്റിൽ കാണിക്കണം. 3 പേരുടെ വണ്ടിയുടെ ലൈസൻസിൻ്റെ കോപ്പിയും കാണിക്കണം എന്ന് പറഞ്ഞു. സോ സാറേ നമസ്കാരമുണ്ടേ. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇന്ന് ഗവി വരുന്ന പോയേക്കാന്ന് കരുതി. ഓക്കെ, ലൈസൻസിന് കാണിക്കാം. ഓക്കെ, മകേഷ് ഇവിടെ എവിടെ ആയിരുന്നു? നേരത്തെ എവിടെ ആയിരുന്നു? അച്ചൻകോവിലായിരുന്നു അല്ലേ? അച്ചൻകോവിലാണ് ഇങ്ങോട്ട് വന്നേ? ഇവിടെ ഹാപ്പിയാണോ? പൊളിയല്ലേ? സാറന്മാരെല്ലാം ഭയങ്കര ഹെൽപ്പാണ്. വരുന്നവരൊക്കെ ഫുഡ് തരുമോ? ആരൊക്കെ? പൊളിയല്ലേ? പൊക്കോട്ടെ. മോടെ പേരെന്നാ? സുജിമോളോ? മോൻ്റെ പേരെന്നാ? അമ്പാടി. ഇദ്ദേഹത്തിൻ്റെ പേരെന്നാ? നന്ദു. ഇങ്ങനെ വന്ന് ചോദിക്കട്ടെ. നന്ദൂസേ, എത്രയാണോ പഠിക്കുന്നത്? 9. നീ എത്രയാണ് പഠിക്കുന്നത്? 10 ഇറങ്ങിയിരിക്കുക. ഇനി 11 കയറുന്നില്ലേ? അതൊക്കെ അങ്ങ് റെഡി ആയിക്കോളൂ. ഓക്കെ, പഠിക്കണം കേട്ടോ. പൊക്കോട്ടെ. ഓക്കെ, തന്നാണോ ഇത്? ദീപ്തി ചേച്ചിനെ അറിയോ? ദീപ്തി ടീച്ചറിനെ പേരെങ്ങനെ മോടെ? പേരെന്നാ? അനുജയോ? എന്തുവാ ഈ കൈ ഇരിക്കുന്നേ? എന്നെ ഈ കൈ ഇരിക്കുന്നേ? അപ്പോൾ ദീപ്തി എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഇത്രയും വർഷത്തെ, അതായത് ഈ ഇവിടെ എത്ര കുടുംബമുണ്ട്? ഏകദേശം 28 40 കുടുംബം. 12 കുടുംബം കൂടെ ലാഹയെന്ന് വന്നല്ലേ? അപ്പോൾ ഇവിടെയുള്ള ആദിവാസികളെയൊക്കെ ഞങ്ങളൊരു നാട്ടുകാരാണ്. പക്ഷേ 7 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടല്ലേ? ഓക്കെ, അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അപ്പോൾ ഈ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഈ ആദിവാസികളുമായിട്ടുള്ള ഒരു അവരുമായിട്ട് അവരെ ഇത്രയും കെയർ ചെയ്യുന്നു.
അല്ലല്ല അവർക്കറിയും ഒരു എക്സ്ട്രാ നമ്മൾ അതല്ല ഞാൻ പറഞ്ഞത്. സാധാരണപ്പെട്ട നമ്മളിപ്പോൾ പൊതുവേ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ ആൾക്കാരുടെ എടുക്കുക അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർക്കതല്ല, ഇവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികളെല്ലാം ദീപ്തി എന്ന വ്യക്തി ഈ നാട്ടിൽ ഇറങ്ങി വന്ന് അതെ യൂട്യൂബറാണ് എന്നാൽ തന്നെയും ഇവർക്ക് വേണ്ടി ഒരു ശതമാനം മാറ്റി വെക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ദീപ്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ദീപ്തിനെ. ഇദ്ദേഹം ഇവിടെ ഒരുപാട് ആദിവാസികൾക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നവരെ. അപ്പം ഞങ്ങളിങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, വലിയ ദൂരമില്ല. അപ്പോൾ അടുത്ത് ഇങ്ങനെ കിട്ടിയിട്ടില്ല കാര്യം ഞാനിങ്ങനെ പൊതുവിഷയം ആയതുകൊണ്ട്. ഇന്ന് നമ്മുടെ അച്ഛനെ കൊണ്ട് അച്ഛാ പേരെങ്ങനെ അച്ഛാ? അല്ല പേര് വീഡിയോയിൽ പറയാൻ വേണ്ടി തന്നെത്തോടല്ലേ. അച്ഛൻ അയലക്കാരാണ്, വലിയ ദൂരമില്ല. അപ്പം അച്ഛൻ്റെ കുറേ ടീമുകൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരും കൊടുക്കട്ടെ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് വന്ന് അവർക്ക് കഴിയുന്ന ദീപ്തിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ, അതായത് ഈ ആദിവാസികൾക്ക് കൊടുക്കാനുള്ള എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. പുള്ളിക്കാരുടെ നമ്പറൊക്കെ പുള്ളിക്കാരുടെ ചാനലിൽ കയറിയാൽ നോക്കിയാൽ അറിയാം. ഞങ്ങളിങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ ചാനലാണ്. ഹാപ്പി അല്ലേ? കാർഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? പൊളിയാണോ? ഇനി ഇത് ആവർത്തിക്കുമോ? ഇനി ഇത് ആവർത്തിക്കുമോ? വീണ്ടും താമസിക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അവരുടെ രീതിയിൽ അവരുടെ പിള്ളേരെല്ലാവരെ അവിടെ പട്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ദീപ്തിയൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരി ഇവിടെ എല്ലാവരുമായിട്ടും നല്ല പരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ അവിടെയാണ് അവർ താമസിക്കുന്നത്. ഏകദേശം 40ഓളം കുടുംബമുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പുള്ളിക്കാരി കാര്യമായിട്ട് മുട്ടയൊക്കെ അവർ കൊടുക്കാനും എല്ലാ കുടുംബങ്ങളും മുട്ട കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായൊരു കാര്യം നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കീപ്പ് ഇറ്റ് അപ്പ്, എല്ലാവരും ചെയ്യണം. നമ്മളെപ്പോലുള്ളവർ ഇറങ്ങി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ നാടിന് മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഞങ്ങളിനി ഞങ്ങൾ യാത്രയാണ് കൊഴുവല്ലൂരിൽ നിന്ന് അല്ലേ, കൊഴുവല്ലൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും കയറിക്കേ. അപ്പോൾ എല്ലാവരും കൊടുത്തല്ലോ, വയറ് നിറച്ചെല്ലാം കൊടുത്തല്ലോ. ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? ഞങ്ങളുടെ നാടൻ കണ്ടിട്ട് പൊളിയല്ലേ? പൊളിയാണ്. അയ്യോ വന്ന് പെട്ടത് വലിയ മല ഇതിലോട്ടാണല്ലോ കർത്താവേ. അപ്പോൾ ഓക്കെ, അവർ വിട്ടു. അപ്പോൾ നമ്മളും വിടാം. ഓക്കെ, താങ്ക് യു. ദീപ്തിയും ടീമും അവരും മുന്നോട്ട് പോയി. അപ്പം ഞങ്ങളും ചെറിയ വണ്ടി എടുക്കുകയാണ് ഇവിടെ നിന്നാൽ. അപ്പോൾ അവർക്ക് വയറ് നിറച്ച് അവർ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ മൂഴിയാറ് വന്നപ്പോൾ തന്നെ എൻ്റെ പുറവശമൊക്കെ കടിച്ചു പറിച്ചു. ഇതെന്തോടാ കടിച്ചത്? ആരാണ് കടിച്ചത്? അല്ല കടുവല്ലോ വന്നോ കടിച്ചത്? കടുവല്ലോ വന്നോ കടിച്ചത്? ഭയങ്കര സ്നേഹമാണല്ലോ ഏട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കട ബസ് കിടക്കുന്നു. തിരുവനന്തപുരം നമ്മുടെ KSRTC ബസ് കിടക്കുന്നുണ്ടോ? അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി വിശാലമായ KSEBയുടെ നല്ല ഷോപ്പും കാര്യങ്ങളും. ഇവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ. ക്യാൻറ്റീൻ ഏത് സമയത്തൊക്കെയാണ് ഉള്ളത്? ക്യാൻറ്റീൻ വല്ലതും ഉണ്ടോ? രാത്രി 9 വരെ അല്ലേ? 12 മണി വരെ ആളിനെ കയറ്റി കൊടുത്തുള്ളൂ അല്ലേ? അറിയോ സാറേ? നമസ്കാരമുണ്ട്. എന്നാ ഉണ്ട്? അത് സെറ്റപ്പ് ആക്കിയില്ല, പോലെ പെയിൻ്റൊക്കെ അടിച്ചെല്ലാം ഗുട്ടപ്പനാക്കിയില്ലേ? പണിഞ്ഞല്ലേ? ഓക്കെ, ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെങ്ങനാ? സായിദയാണല്ലേ? എന്നാ പരിപാടി? സ്കൂളിൽ ഇവിടെ സ്കൂളുണ്ടല്ലേ? പിന്നെ പാർട്ട് ടൈം വർക്കാണ് ഇതല്ലേ? വേറെ ആണോ? നമ്മൾ ചുമ്മാ എടുത്തു കൊടുക്കുന്നത് വന്നിരിക്കുന്ന ആളല്ലേ? ഒരു നേരം പോക്കല്ലേ? ഇതാരാ? അതല്ലേ? ചേച്ചിയുടെ പേരെങ്ങനാ? ഭവാനി അല്ലേ? എവിടെ താമസിക്കുന്നേ? താഴെ വളവിനല്ലേ? സായിപ്പ് കുഴിയാ? അവിടെ അല്ല, ഡാമിന്റെ അവിടെ അല്ലേ? അവിടെ എത്ര കുടുംബമുണ്ട്? 4 കുടുംബം അല്ലേ? എത്ര വയസ്സുണ്ട് ചേച്ചിക്ക് ഇപ്പോൾ? അറിയില്ല. സ്കൂളിൽ പഠിച്ചല്ലേ? 90 ഉണ്ടല്ലേ? സ്കൂൾ വെച്ചിട്ടില്ലല്ലേ? ഇതൊക്കെ ശരിയാക്കുമ്പോൾ ഉണ്ടെന്ന്. അതെ, നല്ല പ്രായമുണ്ടല്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ ഒരു പ്രായം ചെന്ന ഒരു ആദിവാസി ചേച്ചിയാണ്. പേര് ഭവാനി അല്ലേ? ഭവാനി ചേച്ചി. എത്ര മക്കളുണ്ട്? എല്ലാം കിട്ടിച്ചല്ലേ? എത്ര പേരുണ്ട്? 3 പേര്. 3 ആണല്ലേ? മരിച്ചുപോയി. ശങ്കൻ അല്ലേ? അപ്പോൾ എന്തായാലും സ്കൂൾ അവിടെ ആയിട്ടല്ലേ? താഴെ ആയിട്ടല്ലേ? അപ്പോൾ അവിടെ എത്ര പിള്ളേരുണ്ട്? 36 പിള്ളേരുണ്ടല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. 36 പിള്ളേരുള്ള ചെറിയ സ്കൂളാണ്. അത് ട്രൈബൽ സ്കൂളല്ലേ? കുരങ്ങുണ്ട് കേട്ടോ അണ്ണാ. കണ്ടോ കുരങ്ങ് നോക്കി ഡോ നോക്കേ, കിട്ടാൻ ഒന്നുമില്ല. നോക്കും, തപ്പുന്നു എന്തേലും ഉണ്ടോന്ന്. നോക്കുന്നു എന്തേലും ഉണ്ടോന്ന് കേട്ടോ. കുരങ്ങനുണ്ട് കേട്ടോ.
ഒന്നും എടുത്തോണ്ട് പോകല്ലേ, മണ്ടയ്ക്ക് കയറിയിരിക്കും. അപ്പോൾ ഇതിന് താഴെയാണ് സംഭവങ്ങൾ. എങ്ങോട്ട് പോയത്? പാക്കത്തേക്ക് ആയിട്ട്. ഓ സാറേ, എന്നാ ഉണ്ട്? KCBയുടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഗവിക്ക് കുമളിക്ക് 82 കിലോമീറ്റർ, ഗവിക്ക് 41 കിലോമീറ്റർ. 41 കിലോമീറ്റർ ഉണ്ട്. എന്നാ ഉണ്ട് വിശേഷം അറിയോ? സുഖമാണോ? ഇവിടുന്ന് ഡിസ്പെൻസറി തൊട്ട് താഴെ അല്ലേ? താഴെ ഡോക്ടറുണ്ടോ? ഇല്ലല്ലേ? വരുമായിരിക്കും. ക്യാമ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. എന്നാ ഉണ്ട് വിശേഷം? എന്നാ പറ്റി മതിലെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്? KCBയുടെ KCBക്ക് ഇതൊക്കെ ഉണ്ടോ? മാസ്ക് ഒക്കെ ഉണ്ടോ? ഓ, വൺ സെറ്റപ്പ് ആണല്ലോ. എനിക്ക് വയ്യ. എല്ലാവർക്കും അല്ലേ? ഇപ്പോഴും അത് കഴിയും യൂസ് ചെയ്യല്ലേ? പേരെങ്ങനാ? രാമൻ. വീട് എവിടാ? തമിഴ്നാട്ടിലെവിടെ? ശങ്കരൻകോവിലോ? ഓ, പിന്നെ അറിയോന്ന്? എന്നാ ചോദ്യമാ. എത്ര ആളാ ഇവിടെ? എന്നായിട്ടാ ഇവിടെ വർക്ക് ചെയ്യുന്നത്? 54 വർഷമായോ? അയ്യോ. എന്തായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നേ? ഡെയിലി വേസ് അല്ലേ? എന്തായാലും കാണാം കേട്ടോ. 40 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. 40 ഏക്കറിലേ ഉള്ളൂ. ക്യാൻറ്റീനും അത്യാവശ്യം സ്നാക്സും ഒക്കെ കിട്ടുന്ന കൺസ്യൂമർ സ്റ്റോറാണ്. സേത്തോർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ. ഞങ്ങളും ചെറിയ വീടാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വണ്ടിയൊക്കെ വരുന്നത് അല്ലേ? അപ്പോൾ അത്യാവശ്യം അല്ലാണ്. ക്യാമറ പിടിക്കാനാണ് വരുന്നത്. എന്തുവാടാ? ക്യാമറ പിടിക്കാൻ വേണ്ടി വരും കേട്ടോ. വേണ്ട ഞാൻ ഇവിടെ നിന്നാ, ഞാൻ പോവാം. എന്നാൽ ശരിയാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുക വണ്ടി വിടുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കഥയില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂമിൽ പോകാം. കയറി വരുന്ന വഴിക്ക് ഒരു പെൻ സ്റ്റോപ്പ്. ഇത് നേരെ ശബരിമല ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ വെള്ളം കൊണ്ടുവന്ന പെൻ സ്റ്റോക്ക് പൈപ്പുകളാണ് കേട്ടോ. ഇവിടെ നിന്നാണ്ട് നമ്മൾ 40 കയറി 40 ടവറാണ് കേട്ടോ. 40 അവിടെ ഒരു BSNL ടവറുണ്ട്. പക്ഷേ BSNL ടവറും ജിയോയും കൂടെ ഇതല്ല കേട്ടോ പക്ഷേ. അതെ, ഇവിടെ ഒരു പൈപ്പ് കണ്ടോ? പൈപ്പ് വന്ന് അടിക്കുന്നുണ്ട്. കിടക്കടാന്ന് അടിയോടടിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ചെറുക വണ്ടി വിടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയാണ് ഈ റൂട്ടിൽ കൂടെ. മൊത്തം നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഇത് മൊത്തം പ്രയോജനമുള്ളത് ഇപ്പം നമുക്ക് പ്രയോജനമുള്ളത് ഞാൻ കറണ്ടിൻ്റെ മാത്രമേ ഉള്ളൂ പ്രയോജനം. അല്ലാതെ വേറെ പ്രയോജനമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാടായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പം ഞങ്ങളും ചെറുകെ വീട് കാണും മുന്നോട്ട്. ക്യാമറയൊക്കെ ഒന്ന് തുടച്ച് വെക്കണം കേട്ടോ. ക്യാമറയ്ക്കകത്ത് നമുക്ക് കക്കി റിസർവോയറിൻ്റെ അടുത്താണ്. അതായത് ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ? മീൻ വളർത്തുന്നു. അടിപൊളി സംഭവമാണ്. ഇവിടെ KU ജനീഷ് കുമാർ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചാണെന്നാണ് ഞാൻ കേട്ടത്. അതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു സാധനം നോക്കി വെള്ളത്തിൽ, അതായത് മീൻ പിടിക്കുന്ന ഒരു സംഭവം സെറ്റ് ചെയ്തേക്കാണ്. നമ്മുടെ KU ജനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഫണ്ട് ആരുടെ ആയാലും ജനങ്ങളുടെ ഫണ്ടാണല്ലോ. എന്തായാലും അടിപൊളി സംഭവം. കക്കി റിസർവോയറിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. പൊളി സംഭവമാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ 1 2 3 4 5 5 5 10 15 20 25 30 35 40 45 50 55 60 65 70 75 80. കടവ് ചെക്ക് പോസ്റ്റ് വന്ന് PTRൻ്റെ ഒരു ഇതാണ്, പാസ്സാണ്. അതായത് ഇവിടെ 85 രൂപയാണ് നമ്മുടെ ചെറു കാറുകൾക്ക്. അതെ, വലിയ കാറുകൾക്ക് എത്രയാണെന്നുള്ളതൊന്നും അറിയത്തില്ല, ചോദിക്കണം. ഇവിടെ വന്ന് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ചെക്ക് പോസ്റ്റിൽ ഇവിടുന്ന് 2 മണിക്ക് മുന്നേ വന്നെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഇതെടുക്കാൻ പറ്റൂ. അല്ല 2 മണിയല്ല ലാസ്റ്റ് ടൈം. ഇവിടെ വലിയ വണ്ടിക്കൊക്കെ എന്നാ റേറ്റാ? 325 അല്ലേ? ഓ, പാസ്സല്ലേ? ഇല്ല, അതങ്ങ് പോയല്ലേ. ശരി, എന്നാലും അടിപൊളി സംഭവം കേട്ടോ. സ്റ്റേഷൻ ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ലല്ലേ? അതൊരു വലിയ കഷ്ടമാണ്. ഈ ചെറുവണ്ടിക്ക്, ഈ കാറിനൊക്കെ ആണെങ്കിൽ 85, വലിയ ബസ്സാണെങ്കിൽ 325. ആ ടെമ്പോ ട്രാവൽ ആയാലും 325, 85 ഉള്ളൂ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് പാസ്സൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ശരി സാറേ. അപ്പോൾ ഗൂഗിൾ പേയിൽ കൊടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുകയില്ല. 85 രൂപ കൊടുത്ത് വണ്ടി കയറ്റിക്കൊണ്ട് പോകാം. പൈസ എടുത്തുകൊണ്ട് വേണം തന്നെ കേട്ടോ. ഇവിടെ ഗൂഗിൾ പേ ഒന്നും നടക്കുകയില്ല. നോ ചാർജിങ്, നോ റേഞ്ച്. ഇനിയും വരുമായിരിക്കും റേഞ്ചൊക്കെ. PTRന് 100-ലല്ലേ? നല്ല അടിപൊളി ഫോറസ്റ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ എല്ലാം ആനയുടെ ഫെൻസ് ഇട്ടുണ്ട്. ആന കയറായിരിക്കും. സോളാർ വേലി. ക്രൗൺ സിസ്റ്റം കോയമ്പത്തൂർ. ഓക്കെ, ഇതാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വള്ളക്കാട് റേഞ്ച് ഓഫീസ്. അപ്പോൾ ഗേറ്റ് തുറന്നിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾ പാസ് ചെയ്തിരിക്കുന്നത്. PTRൻ്റെ മുന്നിൽ 2 മണിക്ക് മുന്നേ വരണമെന്നാണ്. 2 മണിക്ക് മുന്നേ വന്നെങ്കിൽ മാത്രമേ അവർ പാസ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അല്ലെ വന്ന് അവർ തിരിച്ചു പോകേണ്ടി വരും. അതാണ് PTRൻ്റെ ഒരു പ്രത്യേകത.
KCB ക്യാൻറ്റീനാണ് ഇവിടെ. ഏകദേശം പത്തനംതിട്ടയ്ക്ക് 90 കിലോമീറ്റർ കേട്ടോ. മൂഴിയാർക്ക് 30 കിലോമീറ്റർ താണ്ടിയാണ് നമ്മളത്. KCB ക്യാൻറ്റീനാണ് കേട്ടോ. അപ്പം നമ്പറോ വല്ലതും വേണമെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കും. വിളിച്ച് നേരത്തെ പറഞ്ഞാലേ ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കത്തുള്ളൂ. ഓക്കെ, പണ്ടത്തെ പഴയ ബിൽഡിങ്ങുകളല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കാൻ ഇപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കി കേട്ടോ KCBക്കാർ. അവിടെ എല്ലാം സെറ്റപ്പ് ആക്കി കേട്ടോ. ഇവിടെ എല്ലാം KCBയുടെ ബിൽഡിങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ വഴി ഇനി നേരെ പോയി കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡിൽ കയറാൻ പറ്റും. ഓക്കെ, സോ നേവ് ഫുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്തോ? കൊച്ചുകൊമ്പ. കൊച്ചുകൊമ്പയിലെ കാഴ്ച കേട്ടോ. വിശാലമായ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, കൊച്ചുകൊമ്പയിൽ താഴോട്ട് നോക്കുമ്പോൾ നല്ല മയിൽ നിൽക്കുന്നു കേട്ടോ. മൈപ്പീലി ഒക്കെ വെച്ചിട്ട് മയിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ കോഴിയുടെ കൂടെ മേഞ്ഞ് കിടക്കുകയാണ്. എന്ത് രസകരമായിട്ടുള്ള അടിപൊളി കാഴ്ചയല്ലേ. അപ്പോൾ ഗവിക്ക് അടുത്തുള്ളൊരു കാഴ്ചയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഗവി ടൈനോട്ട് പോകാൻ. ഇവിടെ കിടപ്പ് നോക്കി ഇവരൊക്കെ, അതായത് പണ്ട് കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികളായിട്ടാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. പോവാണ് കേട്ടോ. എന്നാ വിശാലമായിട്ടുള്ള അടിപൊളി സ്ഥലമാണെന്നറിയുമോ കൊച്ചുകൊമ്പ. അല്ലേ, അല്ല ഇതാണ് ഗവി സിറ്റി അല്ലേ? അത് വേണ്ടല്ലേ അല്ലേ പറഞ്ഞില്ലേ? എടുത്തോ, അണ്ണൻ പറ ഇത് ഏതാ സ്ഥലം? ഗവി സിറ്റി. അണ്ണാ പറഞ്ഞത് കേട്ടോ, പിള്ളേർ പറഞ്ഞത് കേട്ടോ. ഇതാ ഇവിടുത്തെ ലുലു. ഇതാണ് ഇവിടുത്തെ സിവത്തോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലം, നീതി സ്റ്റോർ. ഇതാണ് ഇവിടുത്തെ ലുലു മാൾ അല്ലേ, ഇവിടുത്തെ ഗവിയിലെ ഗൈഡ് അല്ലേ. ഞാനാണ് ഇവിടുത്തെ എല്ലാം അല്ലേ. പേരെങ്ങനാ? ജ്ഞാനശേഖർ. നെറ്റിക്കെന്ന് പറ്റി ഇവിടെ എന്നെ പറ്റി കബഡി കളിച്ചോ? അത് പൊളിഞ്ഞ് അത് പക്ഷെ അത് കുത്തിക്കെട്ടി. ആ, അതിനകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഒന്നുമില്ലല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗവി ഭാഗത്തോട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വലിയ കളിക്കാരനല്ലേ. ഞാൻ വലിയ കളിക്കാരനാണ് കേട്ടോ. വിടുന്നുണ്ട് കബഡി അല്ലേ? അല്ല, കബഡി കളിച്ചാൽ പോയത്. ഇത് ഗവി സിറ്റി ആട്ടോ, ലുലു മാളാണ്. വേണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാം. ഇവിടുത്തെ ലുലു മാള്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല കേട്ടോ. ബാൻഡേജ് ഉണ്ടോ? ബാൻഡേജ് ഉണ്ട്. ലുലു മാൾ ഇല്ലാത്ത ഒരു സാധനം ഇല്ല കേട്ടോ. വണ്ടി അടുപ്പിച്ചു. അപ്പോൾ എന്തായാലും ഇത് പച്ചപ്പൊക്കെ, ഇത് ഫോറസ്റ്റ് സ്റ്റേഷനാണോ? ഫോറസ്റ്റിൻ്റെ കോട്ട് ക്യാൻറ്റീനായിട്ട് വരാൻ പോകും അല്ലേ? ഇത് പോസ്റ്റ് ഓഫീസ്. അത് ഇത് റേഷൻ കട. ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇപ്പോൾ കാണിക്കാൻ പാടില്ലെന്നൊക്കെ പറയും. ഏതേ ഞങ്ങളുടെ റേഷൻ കടയാണ്. ഞങ്ങളുടെ നാട്ടുകാരൻ്റെ ചിറ്റാറിലുള്ള ആളാണ്. എന്ത് ചെയ്യുക ആള് കാണാൻ ഉണ്ടോ? തിരക്കല്ലേ? ഒരു ഹായ് കാണിച്ചേര്, ഒന്ന് കൈ കാണിച്ചേര്. ഞാനിവിടെ ഉണ്ടല്ലേ. ഇവിടെ അതെനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം. അയ്യോ, ഇവിടുത്തെ ലൈഫ് ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനാ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ വന്നിട്ട് നമ്മളാണ്. നോക്കട്ടെ, ഹാപ്പി അല്ലേ? ഇവിടുത്തെ റേഷൻ കടയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മറക്കണ്ട. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെയൊക്കെ കണ്ട് കറയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോണത്. ഈ കുന്തിരി തേൻ എങ്ങനെ വില? പല എന്തോ അങ്ങനെ. ഓ, അങ്ങനെ സൈസ് അനുസരിച്ചല്ലേ? ഞാനോടത്ത് പേരിൽ പല വിലയാണ്. ഓക്കെ, കുന്തിരിക്കോ? കുന്തിരിക്ക ആ കാക്കിലോ കിലോ വിലയാ? 80 രൂപ അല്ലേ? 80 റുപ്പീസ് അല്ലേ? നല്ലതാണ് കുന്തിരിക്കം കിട്ടും അല്ലേ? എല്ലാ ടൈപ്പ് തേനും കിട്ടും, എല്ലാ ടൈപ്പ് കുന്തിരിക്കം കിട്ടും. ചെറുതേനുണ്ടോ? കാട്ടിലല്ലേ? അതല്ലേ? അല്ല, കിട്ടുമല്ലേ? അല്ല, നാട്ടിൽ കിട്ടുന്ന ഒറിജിനൽ സാധനം കിട്ടത്തില്ല. അപ്പോൾ കാട്ടി കിട്ടും. അപ്പോൾ ഈ കാട്ടി കിട്ടുന്ന ഒറിജിനൽ അല്ലേ? അതിന് ടേസ്റ്റ് കൂടുതലല്ലേ? ഒന്ന് ചെറുതാ ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നു. ഉണ്ടല്ലേ? അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മെയിൻ സ്ഥലത്തെ പ്രധാനിയാണ് കേട്ടോ. അതിൻ്റെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടാണോ? എൻ്റെ പൊന്നളിയാ, എന്നാ പറയണ്ടായിരുന്നു നേരത്തെ. അത് തന്നെ. അയ്യോ, എന്നാ പറയാനാ. ഇത് നീതി സ്റ്റോർ അല്ലേ? നീതി കിട്ടുന്ന സ്റ്റോറാണല്ലേ? നീതി മാത്രമേ കൊടുക്കത്തുള്ളൂ. 400. ഇതോ 200. അതോ അതല്ലേ? എന്നാ 200 എനിക്കൊന്നും തോന്നുന്നു. ഇത് ഞൊടിയല്ലേ? ഓ, ഇത് കുന്തിരിക്കം മരത്തിന്റെ കാറയാ. അതെങ്ങനെ വില? ഇതൊരു പാക്കറ്റ് 100 രൂപ അല്ലേ? കല്ല് പൊരിക്കും കേട്ടോ. നോക്കിയേ, ഒറിജിനൽ കുന്തിരിക്കം കേട്ടോ. ഓ, എൻ്റെ പൊന്നളിയാ, ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനെ?
ഒറിജിനൽ കുന്തിരിക്കം, മരത്തിൻ്റെ കറ. ഇവിടുത്തെ കുന്തിരിക്കം വാങ്ങിച്ചിരിക്കുകയാണ്. 100 രൂപയ്ക്കല്ല, കുന്തിരിക്കം 200 രൂപ. ചുമലല്ലേ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതെനിക്കറിയില്ല. സംഭവം കേട്ടോ, അധികം കഴിച്ചാൽ പ്രശ്നമുണ്ടോ? സാധനം. അപ്പോൾ ഞാനൊരു കുന്തിരിക്കവും വാങ്ങിച്ചത് 100 രൂപയാണ്. കുന്തിരിക്കവും വാങ്ങിച്ചു, ഞൊറിയിൽ അതും വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ ചെറിയ വണ്ടി വിടുക, പോകട്ടെ. വള്ളക്കടവ് എത്തിയിരിക്കുന്നത്. വള്ളക്കടവ് എത്തിയതിന് ശേഷം നമ്മുടെ ഈ പാസ് കാണിക്കണം. ഇതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ഈ മുല്ലപ്പെരിയാറിലെ വിഷയം കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഈ പ്ലേസ് അല്ലേ? മുല്ലപ്പെരിയാർ വെള്ളം വന്നാൽ ഇവിടെ പോവോ? പോകത്തില്ല. പുള്ളിയൊന്നും മിണ്ടിയില്ല. സ്വാമി ശരണം, വെൽക്കം ടു പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലാണ് ഗവിക്ക് പോകുന്നതും പിന്നെ നേരെ സേവത്തോട് ഗ്രാമപഞ്ചായത്ത് ഒക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും വരുന്നൊരു വീഡിയോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോ കാണാം. അപ്പോൾ കണ്ടില്ലേ, പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ച് ഇവിടെ വിശാലമായ ഫോറസ്റ്റിൻ്റെ വലിയ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ. അപ്പോൾ മറക്കണ്ട, ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.